ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പൊന്നൂൻ്റെ കൂട്ടുകാരി അമ്മൂട്ടിയുടെ ഋതുമതി ആഘോഷത്തിൻ്റെ ചടങ്ങുകളുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നേരത്തെയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാനതൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ ഈ ഭാഗത്ത് തമിഴ് ആൾക്കാർ ചീറ് നടത്തുക എന്ന് പറയും കേട്ടോ ഇതിനെ. പക്ഷെ ഇത് അതുപോലെയല്ല, ഇത് വേറൊരു വ്യത്യസ്തമായ രീതിയിലാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും മോളെ പുഴയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചടങ്ങ് എങ്ങനെയെന്ന് വെച്ചാൽ 7 ദിവസം പുറത്തേക്കൊന്നും ഇറങ്ങാതെ കുഞ്ഞിനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുഴയിൽ കൊണ്ടുപോയിട്ട് എണ്ണയും മഞ്ഞളൊക്കെ തേച്ചിട്ടാണ് പിന്നെ പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് അമ്മായിമാരൊക്കെ കൂടിയിട്ടാണ് ഈ ചടങ്ങ് ചെയ്യുക. അത് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് തന്നെ പുതുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് മോളെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി റെഡിയാക്കി കൊണ്ടുവരും കേട്ടോ, വീട്ടിലേക്ക് കൊണ്ടുവരും. അതാണ് ചടങ്ങ്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ പൊന്നൂൻ്റെ കൂട്ടുകാരും അടുത്തുള്ള ചേച്ചിമാരും അതുപോലെ അമ്മൂട്ടിയുടെ അമ്മായിമാരും അമ്മയും എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിരുന്നു കേട്ടോ, ഇച്ചിരി വൈകിപ്പോയി. എന്നാലും എനിക്ക് റെഡിയാക്കണം എന്നുണ്ടായിരുന്നു അമ്മൂട്ടീനെ, പക്ഷെ അത് പറ്റിയില്ല. അപ്പോഴേക്കും മാളൂട്ടി അവളെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായി കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അമ്മൂട്ടിയുടെ ഉടുപ്പ്. അവൾക്ക് നല്ല ചേർച്ചയുണ്ടായിരുന്നു. ഒരു പിങ്കും പിന്നെ ഒരു പീച്ച് കളർ ടോപ്പും ആയിരുന്നു, ലെഹങ്ക പോലത്തെ. ഇനി വീട്ടിലേക്ക് ചെന്നിട്ട് ഈ ഡ്രസ്സും മാറും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കണം അമ്മൂട്ടിയുടെ. അതിനായിട്ട് പുഴയുടെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ നിറച്ചും ടൂറിസ്റ്റുകാരാണ് കേട്ടോ. ടൂറിസ്റ്റുകാർ തല മാത്രം പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരെ ഒന്നിരുത്തി ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് പോലും അവിടെ നിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആളെ ഒരുക്കി കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കാൻ പറഞ്ഞപ്പോൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ആൾക്ക് തൃപ്തിയായി കേട്ടോ. അപ്പം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും മോള് ആകെ സൈലൻ്റായി. നേരത്തെ തന്നെ ഒരു നല്ല പക്വതയുള്ള കുട്ടിയായിരുന്നു കേട്ടോ അമ്മു. അധികം അങ്ങനെ ഒരുപാട് കളിക്കാനൊന്നും പോകില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നുകൂടെ ആൾ സൈലൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴാണ് കുട്ടിക്ക് അധികമൊന്നും ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുട്ടിയാണ്. അപ്പം അമ്മമാരുടെ ഉള്ളിലാണെങ്കിൽ തീയായിരിക്കും പെൺകുട്ടികളുടെ ഇങ്ങനത്തെ ചടങ്ങ് നടത്തുമ്പോൾ. അതേപോലെ തന്നെ നല്ല സന്തോഷമുള്ള ഒരു സമയമാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അറിയില്ല കേട്ടോ. കാരണം അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ധാരണ ഉണ്ടാവുമോ, ഇനി ഇതുപോലെ ആകുമ്പോൾ അവരത് എങ്ങനെ കൈകാര്യം ചെയ്യും, അവർക്കത് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ, ടെൻഷന്, പിന്നെ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പലവിധ ടെൻഷനുകളായിരിക്കും അമ്മമാരുടെ ഉള്ളിലുണ്ടാവുക കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ അമ്മമാർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷം കൂടിയാണ് ഈ ഒരു സമയം. അപ്പോൾ അമ്മൂട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ പറ്റുന്ന പോലെ കുറച്ചൊക്കെ സ്റ്റിൽസൊക്കെ എടുത്തു. ആൾക്ക് ഇട്ട ചെരുപ്പിട്ട് നേരെ നടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹീൽസുള്ള ഒരു ചെരുപ്പായിരുന്നു കേട്ടോ. എന്നാലും പുഴയുടെ അവിടെ ഊരി വെച്ചിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ ഫോട്ടോസ് അമ്മൂട്ടിയുടെ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരമ്മായി അവളെ കുട ചൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അമ്മൂട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കുട ചൂടിയിട്ട് പോണതിൻ്റെ എന്താ കാര്യം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ കുട ചൂടിയിട്ടാണ് അവിടം വരെ മോളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഇനി നേരെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അവിടെയുള്ള മുതിർന്ന സ്ത്രീകൾ, അമ്മൂട്ടിയുടെ അമ്മമ്മ, അമ്മായിമാർ, അവരൊക്കെ വിളക്കൊക്കെ തെളിയിച്ച് വെച്ചിട്ടുണ്ടാവും. അതുപോലെ മോളെ ആരതി ഒഴിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് സ്വീകരിക്കുക കേട്ടോ. അപ്പം എല്ലാവരും അവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഓരോ കവറിലാക്കി എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പൊന്നും കുഞ്ഞുമുത്തും കൂടിയിട്ടാണ് നടന്നു പോണത് കേട്ടോ. അവൾക്ക് ഇതൊക്കെ ഭയങ്കര രസമായിട്ടാണ് അത് കണ്ടു നിൽക്കണത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് ചടങ്ങുകൾ കാണാനായിട്ട്. അപ്പം അമ്മൂട്ടിയാണെങ്കിൽ ആകെ ഒരു സന്തോഷത്തിൻ്റെ മൂഡിലാണ് കേട്ടോ. കുറേ ദിവസം ഉള്ളിലിരുന്നിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങിയതിൻ്റെ ഒരു സന്തോഷമാണ്. ആളെ മിക്കവാറും പുഴയിലാണ് കുളിച്ചിരുന്നത്. ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പുഴയിലൊന്നും പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മായിയും മോളും കൂടി അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മുതിർന്ന വേറെ അമ്മായിമാരും പിന്നെ മോളുടെ അമ്മമ്മയും ഒക്കെ ആരതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവർ ആരതി ഒഴിഞ്ഞിട്ട് മോളെ അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലൊരു കിണ്ടിയിൽ ഒരു നിലവിളക്കും പിന്നെ ഒരു കിണ്ടിയിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തളികയിൽ പൂവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും
ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. മോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഇരുത്തുകയാണ്, ചമ്രം പടിഞ്ഞ് ഇരുത്തുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി. അങ്ങനെ അമ്മൂട്ടീനെ അവിടെ തന്നെ ചമ്മരം പടിഞ്ഞ് ഇരുത്തുകയാണ് ചെയ്യണത്. അമ്മയാണ് ഇരുത്തുന്നത് കേട്ടോ. അപ്പം അമ്മ മോളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ട് നിർദ്ദേശമൊക്കെ കൊടുത്ത് അവളെ അവിടെ ഇരുത്തി. പിന്നെ ഓരോ ചടങ്ങുകളുണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ അതുപോലെ ഫ്രണ്ടിലുള്ള അരിയും പൂവും തുളസിയും കൂടിയിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നിലവിളക്ക് വെച്ചിരിക്കുന്ന തളികയിലേക്ക് വിളക്കിൽ ഒഴിഞ്ഞിട്ട് അതിലേക്ക് 3 തവണ ഇടിയിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതും അമ്മായിമാർ തന്നെയാണ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ചടങ്ങുകളും അമ്മായിമാർ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആ കിണ്ടിയിലുള്ള വെള്ളം കളഞ്ഞിട്ട് അതിൽ സ്വർണം, വെള്ളി, അതുപോലെ സംഭവങ്ങൾ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു പാദസരം, മോതിരമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മൂനെ കണ്ണ് അടച്ചിട്ട് അതിൽ നിന്ന് 1-2 സാധനങ്ങൾ എടുപ്പിക്കും കേട്ടോ. അതാണ് ചടങ്ങ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അമ്മു കണ്ണടച്ചിട്ട് എടുത്തപ്പോൾ പാദസരമാണ് കിട്ടിയത്. വെള്ളിയുടെ പാദസരമാണ് കിട്ടിയത്. രണ്ടാമത് എടുത്തു കഴിഞ്ഞപ്പോഴും വെള്ളിയുടെ പാദസരം തന്നെയാണ് കിട്ടിയത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ പാദസരം കുറച്ചുകൂടെ വലുതല്ലേ, അപ്പോൾ അവൾ വലുതെടുത്തു. പിന്നെ കിട്ടിയത് സ്വർണ്ണമോതിരാണ്. അങ്ങനെ 3 തവണ എടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചടങ്ങെന്ന് പറയണത് അമ്മായിമാരും അമ്മമ്മയും ബാക്കി റിലേറ്റീവ്സും ഒക്കെ കൊണ്ടുവന്ന ആഭരണങ്ങൾ മോളെ അണിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരേക്കും സ്വർണ്ണമൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അവളുടെ കമ്മലും ഒക്കെ ഊരിയിട്ട് ഓരോരുത്തരും ഓരോ ആഭരണങ്ങൾ അണിയിച്ചു. അപ്പോൾ ഒരു അമ്മായി കമ്മൽ അണിയിച്ചു, വേറൊരു അമ്മായി സ്വർണ്ണമാല അണിയിച്ചു കേട്ടോ. അങ്ങനെ എന്തൊക്കെ ആഭരണങ്ങളുണ്ടോ അതൊക്കെ അണിയിക്കും. അതുപോലെ അമ്മൂട്ടിക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ പാദസരം അണിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോൾക്ക് കിട്ടിയ ഡ്രസ്സുകളും ഒക്കെ അണിയിച്ചു കേട്ടോ. അപ്പം ഇത് അമ്മൂട്ടിയുടെ അനിയനാണ് കേട്ടോ. അവൻ കുറച്ച് പൂതായോ പറഞ്ഞ് ചോദിച്ചു കൊണ്ട് നടന്നപ്പോൾ എന്തിനാണെന്ന് അറിയില്ലായിരുന്നു. നോക്കുമ്പോഴുണ്ട് പൂച്ചയ്ക്ക് പൂ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ശരിക്കും സ്ലൈഡൊക്കെ കുത്തി കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പൂച്ചയാണെങ്കിൽ അതും താങ്ങി പിടിച്ച് നടക്കണമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അവിടെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ പൂച്ചേനെ. അപ്പോൾ അതിൽ അമ്മൂട്ടിയുടെ മെയിൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ലെഹങ്കയായിരുന്നു. നല്ല ചേർച്ചയുണ്ടായിരുന്നു കേട്ടോ മോൾക്ക്. ഒരു വെറൈറ്റി കളറായിരുന്നു. അപ്പോൾ അത് സിമ്പിളായിട്ട് ഇട്ടിട്ട് അത് ഷാള് നല്ലവണ്ണം വലുതായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു ധാവണി പോലെ സെറ്റാക്കി ഉടുപ്പിച്ചു. അതുപോലെ ഇനി ഈ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും കേട്ടോ. ഇതൊക്കെയാണ് ആഘോഷങ്ങൾ. അങ്ങനെ അടിപൊളി ചടങ്ങുകളായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.